വിശ്വസ്തനും സത്യസന്ധനുമായ കച്ചവടക്കാരൻ. അപ്പൊ കച്ചവടത്തിൽ രണ്ടെണ്ണം വേണം. വിശ്വസ്തത മാത്രം പോരാ, സത്യസന്ധത മാത്രം പോരാ, കച്ചവടത്തിൽ രണ്ടും വേണം. എന്നാൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവിന്റെ കൂടെ സ്വർഗത്തിലാവും. സിദ്ദീഖ് റളിയല്ലാഹുവിനും കച്ചവടക്കാരനായിരുന്നു. ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹുവിന് കച്ചവടക്കാരനായിരുന്നു, തുണി വ്യാപാരിയായിരുന്നു. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തുണിക്കച്ചവടക്കാരനാണ്. ഖലീഫയായി മഹാനവറുകൾ ഖിലാഫത്ത് ഏറ്റെടുത്തതിൻ്റെ പിറ്റേ ദിവസം മൂപ്പര് തുണിക്കച്ചവടത്തിന് പോവുകയാണ്. ചുമടക്കൂടി ഏറ്റിങ്ങാണ്ട് വഴിയിൽ നിന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹുവിനെ കണ്ടു. എവിടുക്കാപ്പം നിങ്ങൾ പോണതെന്ന് ചോദിച്ചു. ഞാൻ കച്ചവടത്തിന് പോവുകയാണ് പറഞ്ഞു. നിങ്ങൾ ഇങ്ങനെ കച്ചവടത്തിന് പോയാൽ നാട്ടുകാരെ കാര്യം ആരാ നോക്കുക എന്ന് ചോദിച്ചു. സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞു, ഞാൻ കച്ചവടത്തിന് പോകാതെ ഇവിടെ ഇങ്ങനെ ഒഴിഞ്ഞിരുന്നാൽ എൻ്റെ കുട്ടികളെ കാര്യം ആരാ നോക്കുക പറഞ്ഞു. ഉമർ റളിയല്ലാഹു എന്ത് ചെയ്തു വെച്ചാൽ സിദ്ദീഖ് റളിയല്ലാഹുവിനെ കൂട്ടിയിട്ട് ബൈത്തുൽ മാലിൻ്റെ സൂക്ഷിപ്പുകാരനായ സഹാബിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. പൊതു ഖജനാവിൻ്റെ സൂക്ഷിപ്പുകാരനായ ഖജാഞ്ചിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞു, ഈ അബൂബക്കർ സിദ്ദീഖ് ഇങ്ങനെ കച്ചവടത്തിന് പോയാൽ നാട്ടിലെ കാര്യം മൊത്തം പ്രശ്നമാവും, അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ചെലവ് ബൈത്തുൽ മാലിൽ നിന്ന് കൊടുക്കണം എന്ന് പറഞ്ഞു. ബൈത്തുൽ മാലിൻ്റെ സൂക്ഷിപ്പുകാരൻ പറഞ്ഞു, ആയിക്കോട്ടെ, ഒരാളെ ചെലവ് കൊടുക്കാറുണ്ട്. ഒരാളെ. ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരാളതോ ബാക്കിയുള്ളവരുടെ എന്താ കാട്ടുക ചോദിച്ചു. ഒരാളത് കൊടുത്തിട്ട് ബാക്കിയുള്ളവരുടെ എന്താ കാട്ടുക? സൂക്ഷിപ്പുകാരൻ പറഞ്ഞു, ഒന്നായിക്കോട്ടെ, രണ്ടാളത് ഭാര്യൻ്റെ കൂടിയും കൊടുത്തോളാറുന്നു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പറ്റൂലായിരുന്നു. രണ്ടാളത് കൊടുത്തിട്ട് കുട്ടികളത് എന്താ കാട്ടുക എന്ന് പറഞ്ഞു. ഈ ശമ്പളത്തിന് തിരക്കൂടൽ അന്ന് തന്നെ ഉണ്ട് എന്ന് മനസ്സിലാകുന്നുണ്ട്. അത് കൊടുക്കാനുള്ള മടി അക്കാലത്ത് തന്നെ ഉണ്ട് എന്ന് മനസ്സിലാകുന്നുണ്ട്. എന്തായാലും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു സിദ്ദീഖുൽ അക്ബറിനെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഇങ്ങനെ പറഞ്ഞു. അവസാനം ഒരു ദിവസത്തിന് ഒരാടിൻ്റെ പകുതി നൽകാമെന്ന് തീരുമാനമായി. അന്ന് ഏറ്റവും വില കുറഞ്ഞ സാധനം ആടാന്നും കൂടിയും പരിഗണിക്കണം കേട്ടോ. എല്ലാവരടുത്തുള്ള സാധനം ആടാണ്. ഒരാടിൻ്റെ പകുതി ഒരു ദിവസത്തേക്ക് കണക്കാക്കിയിട്ട് നൽകാമെന്ന് തീരുമാനമായി. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബൈത്തുൽ മാലിൽ നിന്ന് ഒരു ദിവസത്തിന് ഒരാടിൻ്റെ പകുതിയുടെ ഖദർ കണക്കനുസരിച്ച് കൈപ്പറ്റി ജീവിച്ചു. പക്ഷേ മഹാനവറുകൾ വഫാത്തിൻ്റെ മുന്നേ തനിക്കുണ്ടായിരുന്ന മുതൽ വിറ്റിട്ട് ബൈത്തുൽ മാലിൽ നിന്ന് കൈപ്പറ്റിയ മുഴുവൻ ശമ്പളവും തിരിച്ചടച്ചുകൊണ്ടാണ് വഫാത്തായത്.